ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീട്ടിലിപ്പോൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയ വഴിക്ക് തന്നെ ഒരു 2-3 മെസ്സേജ് ഞാൻ കണ്ടു. പലവരും കമൻറ്റിൽ പോയിട്ട് 10 RCB അല്ലെങ്കിൽ UG കേബിളിൽ പൈപ്പിട്ട് ചെയ്താൽ എന്താണ്, അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഞാനൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫീൽഡിൽ നിന്ന് പഠിച്ചിറങ്ങി വന്നത്. ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല, എന്നാലും ഞാനൊരു 50% ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതിൽ ഏകദേശം 4 പേരാണ് ഇപ്പോൾ റീച്ചായി നിൽക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം എന്നെ കൂട്ടിക്കോളിയും, കുഴപ്പമില്ല, ഞാൻ ഫസ്റ്റ് എന്ന് പറയാനില്ല. എന്നാലും അതിൽ ബാക്കി 3 പേരുണ്ടാവും. ഈ 3 പേരിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അല്ലാതെ ഡയറക്റ്റ് വോയിസ് ഇട്ട് പറയുന്ന ആൾക്കാരെ വരെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ആളില്ല, ആൾ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ആൾക്ക് എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് ആളെ, ഞാൻ അയാളെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, കേൾക്കുന്നതാണ്, കാണുന്നതാണ് കേട്ടോ. അതിൽ വേറെ 2 പേരുണ്ട് കേട്ടോ. ഞാൻ ഒരാളെ താത്തി പറയല്ല, നമ്മളൊക്കെ എല്ലാവരും ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ, ഒരു യൂട്യൂബിലൊക്കെ വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഒരാളെ താത്തിയിട്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ ചെയ്യരുത്, അതിൽ പോസ്റ്റ് ഇടാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളെ ഒരിക്കലും നിങ്ങളെ വ്ളോഗിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളതിൽ വന്നിട്ടോ ഒന്നിനും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ആദ്യം ഏകദേശം 2 മാസം മുമ്പ് ആളെൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കൂടി നിരങ്ങി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മോശം, അല്ല എനിക്കല്ല. പിന്നെ ഒരു UG കേബിളിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേര് കമൻറ്റ് 10 RCB അതിൽ വന്ന് ഒരുപാട് കമൻറ്റ്. വെറുതെ എന്തിനാണ് എന്നെ അതിലേക്ക് വലിച്ചെറിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ ചെയ്ത് പോയാൽ പോരെ. അതിൽ ഇപ്പോൾ എനിക്ക് ആ പോസ്റ്റ് അയച്ചത് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ടാണ്, ആളാണ് എനിക്ക് അയച്ചത്. ഞാൻ അപ്പോഴാണ് ആ പോസ്റ്റ് നോക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും പ്ലീസ് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്ന് ഒഴിവാക്കി വിടുക. വെറുതെ എന്തിനാ നമ്മൾ തമ്മിലിങ്ങനെ ഒരു പ്രശ്നം? ഞാൻ നിങ്ങളെ കാണാൻ വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളെ കാണണം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ അതിലേക്ക് വലിച്ചിടരുത് കേട്ടോ. ഒരൊറ്റ റിക്വസ്റ്റാണ്. ഞാൻ നിങ്ങളെ വീഡിയോസിൽ ഒന്നും വന്നിട്ട് റിയാക്ഷൻ ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. സൂപ്പറായിട്ട് വർക്ക് എടുത്ത് ജീവിക്കുക. അപ്പോൾ എന്തായാലും നമ്മളെപ്പോലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോഴാണ് പഠിച്ചു വരുന്നവർക്ക് ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ബൈ.